രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഡൽഹി യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം സമർപ്പിക്കും. കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തും. പരേഡിൽ 70% വനിതകൾ. ഫ്രഞ്ച് പ്രസിഡന്റ് മുഖ്യാതിഥി. സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങൾ. തലസ്ഥാനത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തും. ഗവർണറുടെ അറ്റ് ഹോം വിരുന്ന് വൈകിട്ട് മുഖ്യമന്ത്രി ചടങ്ങിലെത്തിയേക്കും. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഒ രാജഗോപാലിനും ഉഷ ഉതുപ്പിനും പത്മഭൂഷൺ. ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും നടൻ വിജയകാന്തിനും മരണാനന്തര ബഹുമതിയായി പുരസ്കാരം. വെങ്കയ്യ നായിഡുവിനും ചിരഞ്ജീവിക്കും പത്മവിഭൂഷൺ. 6 മലയാളികൾക്ക് പത്മശ്രീ. ഇന്ത്യ മുന്നണിയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ തിരക്കിട്ട നീക്കം. മല്ലികാർജുൻ ഖാർഗെ മമതയുമായി സംസാരിച്ചു. ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാൻ വീണ്ടും ക്ഷണം. നിതീഷ് കുമാറിന്റെ NDA പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ BJPയുടെ നിർണായക യോഗം. നിതീഷിനെ പിന്തിരിപ്പിക്കാൻ തിരക്കിട്ട ചർച്ചകൾ. ഇസ്രായേലിനെതിരായ വംശീയ കുറ്റങ്ങളിൽ അന്താരാഷ്ട്ര കോടതിയുടെ ഇടക്കാല വിധി ഇന്ന്. കോടതി വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ ഉപാധികളോടെ പിന്തുണയ്ക്കുമെന്ന് ഹമാസ്. ഇസ്രായേലിന്റെ സൈനിക നടപടി വംശഹത്യയ്ക്ക് തുല്യമെന്ന ആരോപണം നിഷേധിച്ച് ഇസ്രായേൽ. ഇംഗ്ലണ്ടിനെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ലീഡ് ലക്ഷ്യമിട്ട് ഇന്ത്യ. 2ാം ദിനം കളി തുടങ്ങുക 1 വിക്കറ്റ് നഷ്ടത്തിൽ 119 റൺസ് എന്ന നിലയിൽ. ജയ്സ്വാളും ഗില്ലും ക്രീസിൽ. ഇംഗ്ലണ്ട് 246 പുറത്ത്.